മെഡിക്കൽ കോളേജിലെ നിലത്ത് കിടത്തി ചികിത്സ ന്യായീകരിച്ച വീണ ജോർജ്. ഉൾക്കൊള്ളുന്നതിലും അധികം രോഗികളാണ് മെഡിക്കൽ കോളേജുകളിൽ എത്തുന്നത്. ആശുപത്രികളിൽ കൂടുതൽ സൗകര്യം ഉറപ്പാക്കുകയാണ്. ഒരു രോഗിയെ പോലും തിരിച്ചയക്കുന്നില്ല. രോഗികളെ ഉപേക്ഷിച്ച് കടന്നു കളയുന്നവരുണ്ട്. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റും. റഫറൽ പ്രോട്ടോകോൾ കർശനമായി പാലിക്കണം. എല്ലാവരെയും മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞുവിടരുത്. ബെഡുണ്ടെന്ന് ഉറപ്പാക്കിയതിനു ശേഷമേ മെഡിക്കൽ കോളേജുകളിലേക്ക് രോഗികളെ റെഫർ ചെയ്യാവൂ. സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് ധാരാളം രോഗികളെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നുണ്ടെന്നും വീണ ജോർജ് പറഞ്ഞു. വിഷയത്തിൽ ഡോക്ടർ ഹാരിസിന്റെ വിമർശനത്തിൽ മറുപടി പറയാൻ ഇല്ലെന്നും അദ്ദേഹത്തോട് തന്നെ ചോദിക്കുമെന്നും മന്ത്രി പ്രതികരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് രോഗികൾ തറയിൽ കിടക്കുന്നത് പ്രാകൃതമെന്ന് ഡോക്ടർ ഹാരിസ് വിമർശിച്ചിരുന്നു. മെഡിക്കൽ കോളേജുകളിൽ വേണ്ടത്ര സൗകര്യം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. രോഗിയെ നിലത്ത് കിടത്തി ചികിത്സിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടപ്പോൾ അതീവ അത്ഭുതവും വേദനയും തോന്നിയെന്ന് ഡോക്ടർ ഹാരിസ് പറഞ്ഞിരുന്നു. നാടാകെ മെഡിക്കൽ കോളേജുകൾ തുറന്നിട്ടുണ്ടെന്ന് പറയുന്നത് കൊണ്ട് എന്തു കാര്യം? രോഗികൾക്ക് ലഭിക്കുന്ന പരിചരണ നിലവാരം പ്രാകൃതമാകുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴായിരുന്നു മെഡിക്കൽ കോളേജിലെ നിലത്ത് കിടത്തി ചികിത്സയെ മന്ത്രി ന്യായീകരിച്ചത്. നേരത്തെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ ഉപകരണങ്ങൾക്ക് ക്ഷാമമുണ്ടെന്ന ഡോക്ടർ വെളിപ്പെടുത്തൽ വൻ വിവാദമായിരുന്നു. അന്നു മുതൽ ആരോഗ്യവകുപ്പിന്റെ കണ്ണിലെ കരടാണ് ഡോക്ടർ ഹാരിസ്.